അപ്പോൾ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. 5 വർഷം വിപ്രോയുടെ ഹാർഡ് കോർ എഞ്ചിനീയറിംഗ് അതിലാണ് വർക്ക് ചെയ്തത്. നല്ലൊരു ഡിസൈൻ ഇൻപുട്ട് കൊടുത്ത് അവരെ കൊണ്ട് വേൾഡ് ക്ലാസ് പ്രോഡക്ട്സ് നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇൻഡസ്ട്രി തുടങ്ങിയത്. ഇതിൽ പല എഞ്ചിനീയേഴ്സും ഇവിടെ വന്ന് ട്രെയിൻ ചെയ്തിട്ട് അവർ പോയത് ഞാൻ പഠിച്ച IIT അല്ലെങ്കിൽ NID അവിടുത്തെ എൻട്രൻസ് എക്സാം എഴുതി അവർ പലരും ഇന്ന് ഇൻഡസ്ട്രിയൽ ഡിസൈനേഴ്സായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും വർക്കും ചെയ്യുന്നുണ്ട്. ഏകദേശം 40ഓളം പിള്ളേരെ ശമ്പളം കൊടുത്ത് പഠിപ്പിച്ചെടുത്ത് ഈ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അന്ന് ഈ സ്കിൽ ഡെവലപ്മെൻ്റ് ഒന്നും ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് അല്ല. അമ്പലങ്ങളിൽ ചന്ദനം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം, ഇതിൻ്റെ ഒരു വലിയ മെഷീനാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത്. കാരണം പല അമ്പലങ്ങളിലും ഇന്ന് ചന്ദനം വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ഞാൻ ഡിസൈൻ ചെയ്ത് എൻ്റെ കൈകൊണ്ട് അസംബിൾ ചെയ്ത ഒരു മെഷീൻ. ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അദ്ദേഹം പറയുകയാണ്, ട്യൂബ് ലൈറ്റ് നിങ്ങൾ ഇങ്ങനെ വണ്ടിക്കകത്തിടരുത്, സ്പേസ് കൂടുതലെടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്യൂബ് ലൈറ്റിനെ അടിച്ചു പൊട്ടിക്കണം. ട്യൂബ് ലൈറ്റിനകത്ത് മെർക്കുറി ഉണ്ട്. ഈ മെർക്കുറി എന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും ഭൂമിയിൽ വീഴാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പോലും ഇതിനെപ്പറ്റി ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ല. ഇതാണ് നമ്മുടെ കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാണ് BJPക്ക് വേണ്ടത്. നമുക്ക് ഇങ്ങനെയുള്ളൊരു പുതിയ പൊളിറ്റിക്സ്, ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്യാൻ തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നതും. ഒരു ടെക്നോക്രാറ്റായിട്ടാണ്. ഞാനും എൻ്റെ ലെവലിൽ ഒരു ചെറിയ ടെക്നോക്രാറ്റാണ്. നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൈക്കാട് വാർഡിലെ BJP സ്ഥാനാർത്ഥിയായ ശ്രീ കസ്തൂരി അനിരുദ്ധനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും ചില വിശേഷങ്ങൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ ഇന്ന് മറുനാടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഈ വീടിന് തൊട്ട് താഴെ ഒരു വർക്ക്ഷോപ്പ് കാണാൻ ഇടയുണ്ടായി. താങ്കൾ മുൻപ് വിപ്രോയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഏത് വർഷമായിരുന്നു? 2000 ആണ്ടിൽ നാട്ടിൽ തിരിച്ചു വരുന്നു. അതിനു മുമ്പ് 5 വർഷം വിപ്രോയുടെ ഹാർഡ് കോർ എഞ്ചിനീയറിംഗ്, അതായത് ഇൻഡസ്ട്രിയൽ ലൈറ്റിങ്സ്, പെട്രോൾ പമ്പ് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത വിപ്രോ ലൈറ്റിംഗ് ഡിവിഷൻ അതിലാണ് വർക്ക് ചെയ്തത്. അതിൽ കുറേ ചലഞ്ചിങ് പ്രോജക്ട്സ്, അത് മൾട്ടിനാഷണലായ വിപ്രോ ഫിലിപ്സുമായിട്ട് കമ്പീറ്റ് ചെയ്തുകൊണ്ട് പുതിയ പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്ത് പലതും ഫിലിപ്സിൻ്റെ പ്രോഡക്റ്റിനെ ബീറ്റ് ചെയ്തുകൊണ്ട് അതിനേക്കാൾ ചീപ്പറായിട്ട്, അതിനേക്കാൾ ബെറ്റർ അക്സെപ്റ്റൻസിൽ ഞങ്ങൾക്ക് ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയമാണ് 5 വർഷം. അപ്പോൾ അങ്ങനത്തെ പല പ്രോഡക്ട്സും അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി. 2000 ആണ്ടിൽ നാട്ടിൽ വരുന്നു. റെസിഗ്നേഷൻ കൊടുത്തിട്ട് വന്നു. കാരണം അന്ന് അമ്മയ്ക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി ചെയ്ത ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞത് അവിടെ എൻ്റെ ബോസിനെ ഇൻഫോം ചെയ്തു, എനിക്കിനി നാട്ടിൽ പോകണം, കാരണം എൻ്റെ അച്ഛനും അമ്മയും പ്രായമായി. അപ്പോൾ ഇത്രയും നാൾ അതിന് മുമ്പ് ഞാൻ 5 വർഷം പോസ്റ്റ് ഗ്രാജുവേഷന് മുമ്പ് ഡൽഹി, അതിൻ്റെ 2 സൈഡ്, അതായത് ഹരിയാന, ഫരീദാബാദ്, രണ്ടാമത് നോയിഡ, UP, ഇതാണ് ഡൽഹി ബോർഡർ. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫാക്ടറികളിലാണ്. അപ്പോൾ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമ്പം അതിൽ ഡിസൈൻ ചെയ്യുന്നു. അവിടുത്തെ R&D ഡിവിഷനാണ്, R&Dയിലാണ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്ത് ഒരു സാധനത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഇൻറ്ററാക്ട് ചെയ്യണ ഫാക്ടറി വർക്കേഴ്സുമായിട്ടാണ്. അപ്പോൾ ഒരു ഹൈ ലെവൽ ആൾക്കാരുമായിട്ടല്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ ഈ സംഗതി, അവരുടെ കൾച്ചർ, അവരുടെ ജീവിത രീതി, ഇതെല്ലാം വളരെ അടുപ്പം. അത് കൊച്ചിലെ മുതലേ അച്ഛൻ്റെയിലുള്ള പരിശീലനം ഉള്ളതുകൊണ്ട് അവരുമായിട്ട് വളരെ ഒരു ക്ലോസ് ആവാൻ പറ്റും എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എടുത്ത തീരുമാനം 2000 ആണ്ടിലാണ് നാട്ടിൽ വരുന്നത്. എക്സാക്ട്ലി മില്ലേനിയം ചേഞ്ച്, അതായത് ജനുവരി മാസം റെസിഗ്നേഷൻ കൊടുത്ത് നാട്ടിൽ വരികയാണ്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈൻ കൺസൾട്ടൻസി തുടങ്ങണം. അതെന്തിനെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഹൈ ലെവൽ മാനുഫാക്ചറേഴ്സ് ആരുമില്ല, വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ഒന്നുമില്ല. പക്ഷേ നമ്മളെ നാട്ടിലുള്ള ചെറുകിട വ്യവസായങ്ങൾ, അപ്പോൾ അവർ അന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ത്രെട്ടെന്ന് പറയുന്നത് ഇന്ത്യൻ എക്കോണമി ഗ്ലോബലൈസ് ചെയ്യുകയാണ്. നമ്മൾ പുതിയ കരാറുകളൊക്കെ ഒപ്പിടുന്നു. അപ്പോൾ മൾട്ടിനാഷണൽ പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് വരും. അതുവരെ ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റഡ് ഇൻഡസ്ട്രീസാണ്, അതായത് സ്മോൾ സ്കെയിലിന് റിസർവ്ഡ് ഉണ്ടായിരുന്നു. ആ റിസർവ്ഡ് സെക്ടറിൽ കൂടെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാസ് പ്രൊഡ്യൂസ്ഡ് ഐറ്റം ഇവിടെ കൊണ്ടുവരാം. അങ്ങനെയാണ് ഈ ചൈനീസ് പ്രോഡക്ട്സൊക്കെ ഒരുപാട് കടന്നു കയറിയത്. അപ്പോൾ ഇവിടുത്തെ ഈ കമ്പനികൾ പൂട്ടിപ്പോവും, നമ്മുടെ പ്രോഡക്ട്സ് വിൽക്കാതാവും. അപ്പോൾ എന്ത് ചെയ്തു? ഇവർക്ക് നല്ലൊരു ഡിസൈൻ ഇൻപുട്ട് കൊടുത്ത് അവരെ കൊണ്ട് വേൾഡ് ക്ലാസ് പ്രോഡക്ട്സ് നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇൻഡസ്ട്രി തുടങ്ങിയത്. വന്ന് കാലുകുത്തി കമ്പനി തുടങ്ങുന്നത് ഓഫീസ് തുടങ്ങിയപ്പോൾ തന്നെ അനുഗ്രഹമായിട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് അന്നത്തെ ഒരു കമ്പനി ട്രാൻസ്മാറ്റിക്സ്. അപ്പോൾ അവർ ട്രൈ ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഈ ഓഫീസ് ഓട്ടോമേഷൻ. അതിൻ്റെ എക്സ്പേർട്സ് ആയിരുന്നു അവർ. കമ്പനി ഈ വീടിന് താഴെ തന്നെ
അന്ന് ചെയ്യുന്നത് പാളയത്താണ്. അന്ന് ഈ വീട് കെട്ടിയിട്ടില്ല, ഇവിടെ വന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പഴയ വീട്, അച്ഛൻ്റെ പഴയ വീട്, അതിനകത്താണ് താമസം. ഒരു മുറിയിൽ ഞങ്ങൾ താമസിക്കുന്നു, ചേട്ടനും ഉണ്ട്. അപ്പോൾ പാളയത്ത് ഞങ്ങളുടെ ഒരു ഡിസൈൻ ടെക് എന്ന് പറഞ്ഞൊരു സാധനം അത് തുടങ്ങി, അതിന് രജിസ്ട്രേഷനൊക്കെ എടുത്തു. അപ്പോൾ ഈ കമ്പനി പറയുന്നത് ഈ ചെക്ക് വെച്ചിട്ടുള്ള പേയ്മെൻറ്റ്, അതായത് അത് ഇലക്ട്രിസിറ്റി ആവാം, അത് ഫോൺ ബില്ലാവാം, വാട്ടർ ബില്ലാവാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേയ്മെൻറ്റ് മെഷീൻ ഉണ്ടാക്കണം. ആ പേയ്മെൻറ്റ് മെഷീൻ ഒരു പെർട്ടിക്കുലർ അതിൻ്റെ ടോട്ടൽ ഡിസൈൻ, അതൊരു ATM പോലത്തെ ഒരു മെഷീൻ, 24 hours വർക്കിംഗ്, അൺമാൻഡ്. അതിൽ ഒരു സ്പെഷ്യൽ മെക്കാനിസം ഉണ്ടാക്കണം, ഇലക്ട്രോ മെക്കാനിക്കൽ മെക്കാനിസമാണ്. അപ്പോൾ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഇൻഡസ്ട്രിയൽ ഡിസൈനിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ദ ടോട്ടൽ പ്രോഡക്റ്റ് ഡിസൈൻ ആസ് വെൽ ആസ് എർഗണോമിക്സ്, ഇതെല്ലാം അതിനകത്ത് കവർ ചെയ്യും. പക്ഷേ എനിക്കൊരു അനുഗ്രഹം ഉണ്ടായിരുന്നത് മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻ്റെ ഹോബിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിന് പാരലി ആ ഒരു സ്കില്ലും കൂടെ എൻ്റെ കയ്യിലുണ്ട്, ദോ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിലും. അപ്പോൾ അതിൽ ആ മെക്കാനിസത്തിൽ ഒരുപാട് ഇലക്ട്രോ മെക്കാനിക്കൽ മെക്കാനിസംസ് വേണം. ചെക്കിനെ മൂവ് ചെയ്യണം, അതിൻ്റെ ബാക്കിൽ പ്രിൻ്റ് ചെയ്യണം, എന്നിട്ട് അതിനെ കൊണ്ടുപോയി ഒരു ചെസ്റ്റിനകത്ത് ഇടണം. ആ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാൾട്ട്, ആ വാൾട്ട് ഡിസൈൻ ചെയ്യണം. ഇതെല്ലാം വെച്ച് ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ് ഇങ്ങനത്തെ ഒരു മെക്കാനിസം ചെയ്യാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് ഫങ്ഷൻ ചെയ്തു. പിന്നെ വീട് കെട്ടിയ ശേഷമാണ് വീട്ടിൻ്റെ താഴെ ബേസ്മെൻറ്റ് ഫ്ലോറ് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് അവിടെ ഇരുന്ന് മെഷീനറി വർക്ക് ചെയ്താൽ നോയ്സ് ഒന്നും കേൾക്കില്ല. ഇപ്പോൾ അപ്പുറത്തുനിന്ന് കേൾക്കുന്ന ഒരു കെട്ടണതിൻ്റെ നോയ്സാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ശല്യം അയൽവാസികൾക്കുണ്ടാകാതെ, വേറെ പ്രത്യേകിച്ച് പൊല്യൂഷനൊന്നും പുറത്തു പോകാതെ ആ രീതിയിൽ വീട് ചെയ്തപ്പോൾ തന്നെ ഒരു ഫ്ലോർ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. അവിടെയാണ് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റുഡിയോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കമ്പ്യൂട്ടർ ഡിസൈനും എല്ലാം ചെയ്ത് എന്തെങ്കിലും അതിൽ ഏത് മെറ്റീരിയലും പണിയും. അത് തടിയായിക്കോട്ടെ, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, അത് മെറ്റലായിക്കോട്ടെ, അല്ലെങ്കിൽ അക്രലിക്കോ, എന്ത് മെറ്റീരിയലായാലും എനിക്ക് കൈകൊണ്ട് വർക്ക് ചെയ്യാനുള്ള സ്കില്ല് ആ IIT പഠിച്ച സമയത്തേ ഉണ്ട്. അതിന് മുമ്പേ തന്നെ ഞാൻ ഈ ക്ലേ മോഡലിങ്ങും സ്കൾപ്റ്റിങ്ങും അങ്ങനെയുള്ളൊരു സ്കില്ലും കൂടെ ഉള്ളതുകൊണ്ട് അതൊരു ഒരു നാച്ചുറൽ സ്കില്ല് എൻ്റെ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് IIT പോയപ്പോഴത്തേക്കും അതിനെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതിനെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടി വെൽഡിങ് ആയാലും ഗ്രൈൻഡിങ് ആയാലും എല്ലാം ചെയ്യാൻ പറ്റുന്ന, ഈവൻ പെയിൻറ്റിങ്, സ്പ്രേ പെയിൻറ്റിങ് ചെയ്യാനുള്ള സംവിധാനമുള്ള ഒരു നല്ലൊരു സ്റ്റുഡിയോ ഞാൻ താഴെ വലിയ ആൾക്കാരൊന്നും ഇല്ലാതെ 2-3 പേർക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് വെച്ച് ചെയ്തിട്ടുണ്ട്. വിപ്രോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എടുത്തു പറയത്തക്ക രീതിയിൽ ചെയ്തൊരു, അതായത് എടുത്തു പറയാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ഏതാണ്? അവിടെ എടുത്തു പറയാൻ പറ്റിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ആദ്യം ഞാൻ ചെന്ന് കയറുന്ന സമയം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആദ്യത്തെ ഇത് ചെന്നപ്പോൾ സർക്കുലർ ഫ്ലൂറസൻ ലാമ്പ്, അതായത് ട്യൂബ് ലൈറ്റ് തന്നെ വട്ടത്തിലിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ലാമ്പ് മാനുഫാക്ചർ ചെയ്യുന്ന ഓൺലി പ്ലാൻ ഇൻ ഇന്ത്യ, ആ ഒരു ഫാക്ടറി വിപ്രോയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിപ്രോയാണ് ഇതിനെ ബ്രാൻഡ് ചെയ്ത് ഇത് ക്രോംപ്ടനും മറ്റുള്ളവർക്കും എല്ലാം ഇത് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ലാമ്പ് ഉണ്ടാക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ലാമ്പിന് വില കൂടുതലാണ്. സാധാരണ ട്യൂബ് ലൈറ്റിന് 40 രൂപയാണെങ്കിൽ ഇതൊരെണ്ണം വാങ്ങിക്കുമ്പോൾ 100 രൂപ 110 രൂപയാവും. അപ്പോൾ ആൾക്കാർ എന്തിന് ഈ ഒരു റൗണ്ട് ലാമ്പ് വാങ്ങിക്കണം? ഒരു റിങ്ങാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിങ്സ് വേണം, എങ്കിലേ ഇതിൻ്റെ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി വരൂ. അപ്പോൾ എനിക്ക് ആദ്യം തന്ന ചലഞ്ച് എന്ന് പറയുന്നത് ഇതിന് പറ്റിയ കുറച്ച് എസ്തെറ്റിക്കലി അപ്പീലിംഗ്, അത് ഒരു ഹൈ വാല്യൂ ഐറ്റമായിട്ട് വിൽക്കാൻ പറ്റുന്ന അതിന് വേണ്ടിയുള്ള ഡിസൈൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു മാസത്തിനകത്ത് ചെന്ന ഉടനെ തന്നെ ഒരു 10 വെറൈറ്റിയിലുള്ള ഡിസൈൻസ്, അതിൽ കമേഴ്സ്യൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഡൊമസ്റ്റിക് റെസിഡൻഷ്യൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് അവിടെ ഡിസൈൻ കാണിച്ച് അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി ഇത് മുഴുവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതോടുകൂടി വെൽ അക്സെപ്റ്റഡ് ആയി. കാരണം അപ്പോൾ പ്രൊബേഷനാണ്, അവർക്ക് എന്നെ പിരിച്ചുവിടാം, ഇപ്പോൾ വേണം. ഒരു മാസത്തിനകത്ത് എന്നെ അങ്ങ് കൺഫേം ചെയ്തിട്ട് ഇനി യു ഗോ ഹെഡ്, വേറെ ചില പ്രോഡക്റ്റ്സ് തരാമെന്ന് പറഞ്ഞു. ഈ ഫ്ലൂറസൻ ലാംപ്സ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി. ഇന്നിപ്പോൾ എല്ലാം LED-യുടെ ഓവർ പവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് വിൽക്കാൻ പറ്റി ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയ നല്ലൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ പെട്രോൾ പമ്പ് ലൈറ്റിംഗ്. ദാറ്റ് വാസ് വിഷൻ 2000 പ്രോജക്റ്റ് ഓഫ് ദി പെട്രോളിയം കമ്പനീസ്. അത് നമ്മുടെ പഴയ പെട്രോൾ പമ്പുകളെന്ന് പറഞ്ഞാൽ എല്ലാം കരിയും, എല്ലാം ഓയിൽ വീഴുന്നതും, ഇരുട്ട് ഉള്ള, ആവശ്യത്തിന് വെളിച്ചമില്ലാത്ത, വൃത്തിയില്ലാത്ത, ടോയ്ലറ്റ്സ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഇതാണ് പഴയ പെട്രോൾ പമ്പ്. അപ്പോൾ ഈ വിഷൻ 2000 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട കമ്പനികൾ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇൻഡോ ബർമ പെട്രോളിയം, ഈ 4 നാഷണലൈസ്ഡ് കമ്പനീസ് 2000 ആണ്ടിന് മുമ്പ് തന്നെ നമ്മുടെ പെട്രോൾ പമ്പ്സ് എല്ലാം വെൽ എക്വിപ്ഡ് ആവണം വിഷൻ 2000 വേണ്ടി. അത് ക്ലീൻ ആയിരിക്കണം. പുതിയ ഡിസ്പെൻസേഴ്സ്, അതിൻ്റെ പെട്രോൾ ഡിസ്പെൻസേഴ്സ്, അതിനകത്തെ കാനപ്പി, അതിൻ്റെ ലൈറ്റിംഗ്, ഇതെല്ലാം എങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇൻ്റർനാഷണൽ സ്റ്റഡി ചെയ്തിട്ട് അവരൊരു ഫിലിപ്സിൻ്റെ ഒരു പ്രോഡക്റ്റ്, അന്ന് ആ പ്രോഡക്റ്റിന് 25,000 രൂപ വിലയുണ്ട്. ഒരു ലൈറ്റ് ഫിറ്റിംഗ് 250 വാട്ട്സിൻ്റെ മെറ്റൽ ഹാലൈഡ്. അപ്പോൾ ഇതിന് ബീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് വേണം.
ഇത് വിപ്രോ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയണം. കാരണം ഇതൊരു 150 വാട്ട്സ് ചെറിയ ലാമ്പ്, ട്യൂബുലാർ ലാമ്പാണ്, വലിയ ബൾക്കിയല്ല. അത് വെച്ചിട്ടൊരു 4 ഇഞ്ച് പൊക്കമുള്ള ഒരു സീലിങ്ങിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് കാനപ്പീസിനെ എല്ലാം നമുക്ക് മോഡിഫൈ ചെയ്ത് പുതിയ സീലിംഗ് സിസ്റ്റം ഇട്ട് ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാം. വേറെ ഫിലിപ്സിൻ്റെ പ്രോഡക്റ്റിന് ഒരടി കൂടുതൽ പൊക്കമുണ്ട്. അപ്പോൾ ഇത് 4 ഇഞ്ച് പൊക്കമേ വരുന്നുള്ളൂ. ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. കണ്ട കൺസൾട്ടൻസിനും ആർക്കിടെക്ട്സിനും മുഴുക്കെ ഇതിൻ്റെ ഹാൻഡ് മെയ്ഡ് പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ ഞാൻ തന്നെ കൈ കൊണ്ടുണ്ടാക്കിയ പ്രോട്ടോടൈപ്പ് കൊണ്ടുപോയി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. എല്ലാവരും അക്സെപ്റ്റഡായി. അന്ന് ഈ 25,000 കമ്പീറ്റ് ചെയ്യുന്നത് 8,500 രൂപയുടെ പ്രോഡക്റ്റ് വെച്ചാണ്. പക്ഷേ ഒരിടത്തും പിന്നെ ഫിലിപ്സിന് ഓർഡർ കിട്ടിയില്ല. 100% ഓർഡേഴ്സ് ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഡൽഹി, കൽക്കട്ട, ചെന്നൈ, ബാംഗ്ലൂർ, ബോംബെ, ഇവിടെയുള്ള 100% ഓർഡേഴ്സ്. അങ്ങ് ശരിക്കും എന്താണ് ഓർഡേഴ്സ് വന്നങ്ങ് ഫില്ല് ചെയ്യാണ്, മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ രീതിയിൽ ഏകദേശം ഒരു 4 വർഷത്തോളം ഒരു മൊണോപ്പൊളിയായിട്ട് ഈ പ്രോഡക്റ്റ് വിപ്രോയ്ക്ക് അന്ന് നിൽക്കാൻ പറ്റി. അത് വളരെ അഭിമാനത്തോടുകൂടി ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും വിപ്രോയിലുള്ള കൊളീഗ്സ് എവിടെയെങ്കിലും പോകുമ്പോൾ പറയും, ഇതാര് ഡിസൈൻ ചെയ്തതെന്ന് അറിയാമോ? അതായത് ഒരു 95 എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ്, അതിൻ്റെ കാറ്റലോഗ് നമ്പറാണ്. വേറെ 96. ഈ 95 വാസ് ലാഞ്ച്ഡ് ഇൻ 1995, 96 ലോഞ്ച് ചെയ്തത് 1996. ഈ 2 പ്രോഡക്ട്സും വെൽ അക്സെപ്റ്റഡ്, ഒരു ഹൈലി എനർജി എഫിഷ്യൻറ്റ്, എസ്തെറ്റിക്കലി വെരി പ്ലീസിങ്, അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. വേറെയും കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷേ മെയിൻ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റാണ് വിപ്രോയിൽ. വിപ്രോയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തുന്നു. ഈ വീടിൻ്റെ തൊട്ട് താഴെയാണ് ഇത്തരത്തിലൊരു വലിയൊരു സ്റ്റുഡിയോ അദ്ദേഹം പണിതിരിക്കുന്നത്. അതിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നിലവിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ, ബേസ്മെൻ്റാണ്. യെസ്, ഓക്കെ. ഇവിടെ പിന്നെ ഒറ്റയ്ക്കാണോ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ്? മിക്കവാറും ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുമാണ് ഇവിടുത്തെ ടീം. നേരത്തെ സ്റ്റാഫ് മെമ്പേഴ്സ് 2-3 പേരുണ്ടായിരുന്നു. പാളയത്ത് ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് 5-6 പേര് വരെ അറ്റ് എ ടൈം ഉണ്ടായിരുന്നു. ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ 2000 ആണ്ട് മുതൽ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തത്. അതിനകത്ത് എൻജിനീയേഴ്സ് ഉണ്ടായിരുന്നു, ഡിപ്ലോമക്കാരുണ്ടായിരുന്നു, അൺസ്കിൽഡ് 9ാം ക്ലാസ് തോറ്റവർ വരെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് അവർ വർക്ക് ചെയ്ത് പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് എൻജിനീയറിങ് ഡ്രോയിങ്സ് ക്ലിയറായിട്ട്, ഒരു എൻജിനീയർക്കാലം നന്നായിട്ട് അത് റീഡ് ചെയ്യാൻ അറിയാം, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയാം, പ്രോട്ടോടൈപ്പ് ബിൽഡിംഗ് അറിയാം. മിക്കവാറും ഈ പറഞ്ഞ സ്കില്ലുകളെല്ലാം ഈ മെറ്റീരിയൽസ് വർക്ക് ചെയ്യാനായിട്ട് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ദേ ഹാവ് അക്വയർഡ്. ഇതിൽ പല എൻജിനീയേഴ്സും ഇവിടെ വന്ന് ട്രെയിൻ ചെയ്തിട്ട് അവർ പോയത് ഞാൻ പഠിച്ച IIT അല്ലെങ്കിൽ NID, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, അവിടുത്തെ എൻട്രൻസ് എക്സാം എഴുതി അതിൽ പാസ്സായി. അവർ പലരും ഇന്ന് ഇൻഡസ്ട്രിയൽ ഡിസൈനേഴ്സായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും അഭിമാനമുണ്ട്. ഏകദേശം 40ഓളം പിള്ളേരെ എനിക്ക് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ശമ്പളം കൊടുത്ത് പഠിപ്പിച്ചെടുത്ത് ഈ നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞു. അന്ന് ഈ സ്കിൽ ഡെവലപ്മെൻ്റ് ഒന്നും ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് അല്ല, പക്ഷേ ഇതൊരു നമ്മുടെ ഒരു പേഴ്സണൽ വിഷനായിരുന്നു. അത് വെച്ചിട്ട് അത് നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. കുറച്ച് കൺജസ്റ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ പല പ്രോജക്ട്സും ചെയ്തത്, അതിൻ്റെ പ്രോട്ടോടൈപ്പ് ചെയ്തത് അത് വലിയ പ്രതീക്ഷയോടുകൂടി ചെയ്തതാണ്. ഗവൺമെൻറ്റിൽ ഇത് സബ്മിറ്റ് ചെയ്ത് ഇതിനെ ഒന്ന് കാണിച്ച് അവരെ കൊണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കാം. എനിക്ക് മാനുഫാക്ചർ ചെയ്യണമെന്നോ പൈസ ഉണ്ടാക്കണമെന്നോ ഉള്ള ആഗ്രഹം വെച്ചല്ല. പക്ഷേ ഒരു പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്തു. അതിൻ്റെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് കൺജഷനുണ്ട്. ഈ ഇരിക്കുന്നത് നമ്മൾ ഒരു ഇത് ഈ അമ്പലങ്ങളിൽ ചന്ദനം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം റീസെൻ്റായിട്ട് പല പ്രധാനപ്പെട്ട അമ്പലങ്ങളിലും ഉള്ളതാണ്. ഇതിൻ്റെ ഒരു വലിയ മെഷീനാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അല്ലെങ്കിൽ ചിദംബരം അങ്ങനെയൊക്കെ ഉള്ളിടത്ത്, കാഞ്ചീപുരം, ഇവൻ കണ്ണൂരുള്ള തലശ്ശേരി അവിടുത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രം അങ്ങനെയൊക്കെ ഉള്ളിടത്താണ്. ഇവിടെ ആയിരിക്കും സ്റ്റോൺ വരുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ സർവീസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒരിടത്ത് നിന്ന് ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് സർവീസ് ചെയ്ത് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇരിക്കുന്ന പ്രോഡക്റ്റിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും, എന്നിട്ടൊരു ഫ്രഷ് പ്രോഡക്റ്റ് അവിടെ കൊണ്ട് വെച്ച് കൊടുക്കും. അവരും ഹാപ്പിയാണ്. അതായത് സാർ ഇത് സ്വന്തം ഡിസൈൻ ചെയ്ത് സ്വന്തം മാനുഫാക്ചറിങ്. ഇത് അത്യാവശ്യം പുറത്തുനിന്ന് വേണ്ട സംഗതികൾ പുറത്തുനിന്ന് ചെയ്യും. ഇതിനകത്ത് കംപ്ലീറ്റ് മെക്കാനിക്കൽ ഡീറ്റെയിലിംഗ് എല്ലാം ചെയ്ത് ഡിറ്റോ ആണ്. കാരണം ഇത് CAD/CAM ആയതുകൊണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് ആയതുകൊണ്ട് ഏത് പ്രോഡക്റ്റും ഇൻ്റർചേഞ്ചബിളാണ് ഇതിൻ്റെ പാർട്സ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിനെ നമ്മൾ ചെയ്യും. വീണ്ടും ഇതിനെ പക്കയായിട്ട് പുതിയ പ്രോഡക്റ്റ് ആക്കി വെക്കും.
അപ്പോൾ അടുത്ത ആളിന് സർവീസ് വരുമ്പം ഈ ഒരു സാധനത്തിന് അവിടെ കൊടുത്തിട്ട് അവർ സാധനം എടുക്കും. വീണ്ടും അതിനെ ഇവിടെ കൊണ്ടുവന്ന് ഏതെല്ലാം പാർട്ട് ഇതിൽ നിന്ന് ഊരി മാറ്റി പുതിയതാക്കണമോ അതിനെല്ലാം ഊരി മാറ്റും. അതിൻ്റെ ഡിസൈൻ തന്നെ അങ്ങനെയാണ്, അതിൻ്റെ മെയിൻ്റനൻസ് ഫ്രണ്ട്ലി. വീണ്ടും അത് പുതുമയോടുകൂടി ഈ പ്രോഡക്റ്റിനെ ഉണ്ടാക്കാത്ത രീതിയിൽ മിനിമം എക്സ്പെൻസിൽ ചില പാർട്സിനെ ഊരിയിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ സംവിധാനം. അതായത് ഈ ചന്ദനം അരയ്ക്കാനുള്ള മിഷൻ തന്നെ കണ്ടുപിടിക്കുന്നത് സാറാണ്. അതെ, ഇതിൻ്റെ ആദ്യത്തെ ഇത് ചെയ്യുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 9 വർഷത്തിന് മുമ്പ് ഒരു ഡിമാൻഡ് വന്നു. കാരണം അവർ കൈക്കരയ്ക്കാൻ പറ്റുന്നില്ല, ഒരുപാട് ഡിമാൻഡുണ്ട് ചന്ദനത്തിന്. അപ്പോൾ 2-3 പ്രോഡക്ട്സ് പല കമ്പനികളുടെ പലരും ഡൊണേറ്റ് ചെയ്തത് അവർ ഉപയോഗിച്ച് നോക്കി. ഉപയോഗിച്ചത് 1 വർഷം പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് അത് അരയ്ക്കാതാവുന്നു. അപ്പോൾ ഇതൊന്ന് വന്ന് നോക്കി അവരറിഞ്ഞു ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഡിസൈനറാണ്, എഞ്ചിനീയറാണ്. അപ്പോൾ അവിടുത്തെ പൂജാരിമാർ അവരാണ് ആവശ്യപ്പെടുന്നത് ഇത് നിങ്ങളൊന്ന് വന്ന് സ്റ്റഡി ചെയ്തിട്ട് ഇതിന് നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കണം. അതാണ് ശരിക്കും ഈ ഇതിൽ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം എന്ന് തന്നെ പറയണം. കാരണം പല അമ്പലങ്ങളിലും ഇന്ന് ചന്ദനം അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ഞാൻ ഡിസൈൻ ചെയ്ത് എൻ്റെ കൈകൊണ്ട് അസംബിൾ ചെയ്ത ഒരു മെഷീൻ. അതിൽ വേറൊരു സംഗതി ചെയ്തു പോകുന്നത്, ഇത് ഏത് അമ്പലത്തിൽ ഈ ഒരു മെഷീൻ പോയാലും, അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമർപ്പണമാണ്, ആരെയും നിന്ന് പൈസ വേണ്ടെന്ന് പറഞ്ഞു, അമ്പലത്തിൽ നിന്ന് പൈസ വരണ്ട. പക്ഷേ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് അത് ഫ്രീ ആണ്. എനിക്ക് എത്രത്തോളം കാലം ഇത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കാലം അത് ഫ്രീ ആയി മെയിൻ്റനൻസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു ഇതിലാണ് അത് ചെയ്യുന്നത്. കേരളത്തിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ ഈ മെഷീൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്? ആദ്യത്തേത് പത്മനാഭസ്വാമി ക്ഷേത്രം, രണ്ടാമത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, മൂന്നാമത്തത് തുറവൂർ നരസിംഹമൂർത്തി ക്ഷേത്രം, നാലാമത്തത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം, അഞ്ചാമത്തത് തിരുവനന്തപുരത്ത് തന്നെ ഇവിടെ കേരളാദിത്യപുരം കേളമംഗലം വിഷ്ണു ക്ഷേത്രം ഇവിടെയുണ്ട്. പിന്നെ കേരളത്തിന് പുറത്ത് പോയത് തമിഴ്നാട്ടിൽ, അത് ഒന്ന് ചിദംബരം നടരാജമൂർത്തി അവിടെ അരയ്ക്കുന്നത്, അവിടെയും എന്നും അരയ്ക്കുന്നുണ്ട്. പിന്നെ കാഞ്ചീപുരം കാഞ്ചി കാമാക്ഷി ക്ഷേത്രം, ഇത്രയും സ്ഥലങ്ങളിൽ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രോഫിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല, ഇതിൻ്റെ എക്സാക്ട്ലി ഇതിൻ്റെ കോസ്റ്റ് അത് മാത്രം ഈടാക്കിക്കൊണ്ട് ഒരു സർവീസ്, ഒരു സമർപ്പണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് മെയിൻ്റനൻസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ് എവിടെയായാലും. അതിൻ്റെ സ്പെയർ പാർട്സ് ആയാലും ഞങ്ങൾ പോകുന്ന ചിലവോ അല്ലെങ്കിൽ താമസിക്കുന്ന ചിലവോ ഇതിൻ്റെ ലേബറോ ഒന്നും തന്നെ പിന്നീട് ഈടാക്കുന്നില്ല. ഇത് ഏത് വർഷം നിർമ്മിച്ചതാണ്? ഈ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് 9 വർഷം മുമ്പ്. ദാറ്റ് വാസ് എ വെരി ബിഗ് പ്രോഡക്റ്റ്. പക്ഷേ അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് കൊടുത്ത പ്രോഡക്റ്റ് അതിൽ പലതും സ്റ്റെയിൻലെസ് സ്റ്റീലല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആദ്യത്തെ ഒരു സ്കീമാണ്. പിന്നീടാണ് മനസ്സിലാണ് ചന്ദനം അരയ്ക്കുന്ന ഒരു മെഷീൻ്റെ പല ഭാഗങ്ങളും തുരുമ്പിക്കും. ഇറ്റ് ഹാസ് ടു ബി 100% സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിൽ ഓരോ സമയങ്ങളിൽ അതിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ 6 മാസം ഒരു സർവീസ് ചെയ്യും. സർവീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചില ഭാഗങ്ങൾ ആ ഇരുമ്പിലുള്ളതിനെ അങ്ങ് മാറ്റിയിട്ട് അതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കയറ്റും. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈസ് അബൌട്ട് 4 times എക്സ്പെൻസീവ്. ബട്ട് സ്റ്റിൽ ഇത് 6 മാസം ഒരുക്കുള്ള എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള പൈസ കയ്യിൽ അപ്പോഴും എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് വരും. അപ്പോൾ അതിൽ നിന്ന് അതങ്ങ് ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് അതിനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നീട് കോവിഡ് ലോക്ക്ഡൗണിന് ശേഷമാണ് ശരിക്ക് ഈ കാണുന്ന ചെറിയ മെഷീൻ, ഇതുപോലെയുള്ള മെഷീൻ പഴവങ്ങാടിയിലും ഇവിടെ നമ്മുടെ തുറവൂർ ആലപ്പുഴ എറണാകുളം ബോർഡർ അവിടെയാണ് ഈ ചെറിയ മെഷീൻ ആദ്യമായിട്ട് പോകുന്നത്. ബാക്കിയെല്ലാം അതിന് ശേഷമാണ്. ഇതൊരു വെൽഡിംഗ് മെഷീൻ MIG, ഇത് അതിൻ്റെ റീല് ഫീഡ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ വെൽഡിങ് ചെയ്യാനുള്ള ഇതാണ്. ഇവിടെ നിന്ന് ട്രിഗർ ചെയ്ത് ഇതിനകത്തൂടെ ഇത് വരും. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. സോ ടോട്ടലി ഇനേർട്ട് അറ്റ്മോസ്ഫിയറിലായിരിക്കും ഇതിൻ്റെ വെൽഡിങ് സംഭവിക്കുന്നത്. MIG എന്ന് പറയും, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്. അതിന് CO2 വെൽഡിങ് എന്നാണ് കോമൺലി അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് വളരെ കുറച്ച് പേരേലേ ഉള്ളൂ. ടിഗ് വെൽഡിങ് വളരെ പോപ്പുലറാണ്, കാരണം അത് കുറച്ചുകൂടെ ചെറിയ മെഷീനാണ്. ഫിനിഷിങ് കൂടുതലാണ്, ഇതിന് ഫിനിഷിങ് കൂടുതലാണ്, വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്, വളരെ പ്രിസൈസായിട്ട് വളരെ കട്ടി കുറഞ്ഞ, അതായത് ഒരു 1 mm തിക്നെസ് ഉള്ള ഇരുമ്പിൽ പോലും ഇത് വെൽഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് മിക്കവാറും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, വെൽഡിങ് ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു ഡ്രില്ലിംഗ് മെഷീനാണ് സൈഡിൽ ഇരിക്കുന്നത്. ഒന്ന് മാറിക്കൊണ്ട് ഈ കാണുന്നത് ഇതാണ്. പിന്നെ അല്ലാതെ കംപ്രസറുണ്ട്. കാരണം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഹൈഡ്രോന്യൂമാറ്റിക് പ്രോസസ്സാണ്. അത് മാനുഫാക്ചറിങ്ങിന് വേണ്ടി, പ്രൊഡക്ഷന് വേണ്ടിയുള്ളതാണ്. അത് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിലവിലിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മെഷീൻസോ പ്രൊഡക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നിർമ്മാണം എന്ന് പറയണത് ശരിക്കും ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി എനിക്ക് ചെയ്തു തീർക്കേണ്ടത് 2 ചന്ദനം അരയ്ക്കാനുള്ള മെഷീൻ തീർക്കാനുണ്ട്. പക്ഷേ അത് ഇതിനിടയിൽ ഇലക്ഷൻ വന്ന് കാൻഡിഡേറ്റ് ആയി പോയതുകൊണ്ട് അല്പം ഒന്ന് ഡിലേ ആയി. ഇതൊന്നും തന്നെ കമേഴ്സ്യലല്ല, അഡ്വാൻസ് വാങ്ങിച്ചല്ല ചെയ്യണത്, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യണമല്ല.
അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്, ഒരു മാസത്തെ ഡിലേ ഉണ്ടെന്ന് പറയാനായിട്ട്. ഇപ്പോൾ ആരെയെങ്കിലും അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരാൾ കാത്തിരിക്കില്ല. മിഷൻസിൻ്റെ വർക്കാണ് ഇപ്പോൾ പ്രധാനമായി ചന്ദനം വരയ്ക്കുന്നത്. ഇതുണ്ട്. ഇതല്ലാതെ തന്നെ ഞാൻ സോളാർ പവർ പ്ലാന്റ് അതിൻ്റെ ഒരു കൺസൾട്ടൻ്റ് കൂടെയാണ്. ഈ വീട്, ഇതിൻ്റെ ഇലക്ട്രിസിറ്റി, ഈ വീട്ടിൻ്റെ വെള്ളം, ഈ വീട്ടിൻ്റെ പരിസരത്ത് ഞാനും ചേട്ടനും താമസിക്കുന്ന വീട്ടിൻ്റെ മുഴുവൻ മഴവെള്ളവും, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 10 വർഷത്തിൽ കൂടുതലായി ഇതിൻ്റെ 100% ഇലക്ട്രിസിറ്റി സോളാർ പവർ എന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് എല്ലാം മെഷീനറി വർക്ക് ചെയ്യാനുള്ളതായാലും. അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ ബാറ്ററി ബാക്കപ്പ് ആയിരുന്നു, ഇപ്പോൾ ഗ്രിഡ് ആണ്. അതുകൊണ്ട് നമ്മൾ 0 ബില്ലിങ്ങിലേക്ക് വരും, 0 ഇലക്ട്രിസിറ്റി ചാർജിലേക്ക് വരും. അത് കംപ്ലീറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. നമ്മുടെ വെള്ളത്തിന് ശുദ്ധമായ കിണർ അതിനെ പരിപാലിച്ചിട്ടുണ്ട്. ഇവിടുത്തെ 100% വെള്ളത്തിൻ്റെ ഉപയോഗം കിണറ്റിൽ നിന്ന് വരും. ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് അത് ഈ കിണറ്റിനും പരിസരവാസികൾക്കും അനുകൂലമാണ്. നമ്മുടെ വെള്ളം റോഡിലേക്ക് ഒഴുകി പോവില്ല, ഓടയിലേക്ക് വിടുന്നില്ല. കംപ്ലീറ്റ് ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്, അതിന് സ്പെഷ്യൽ വെല്ല് കൊടുത്ത് അതിനകത്ത് കൊണ്ടുപോയി ഫില്ല് ചെയ്ത് ഇത് ഡിസിപ്പേറ്റ് ചെയ്യുകയാണ്. ഇത് ഇങ്ങനെയുള്ളൊരു നാച്ചുറൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ആശയം സാറിൻ്റെ മനസ്സിൽ തന്നെ? അതെ, ഇനിയുമുണ്ട്. ഈ വീട് എത്ര ഏരിയയിൽ കൺസ്ട്രക്ട് ചെയ്തോ അത്രയും ഏരിയ ഈ വീട്ടിൻ്റെ മുകളിൽ ഗ്രീനറിയാണ്. സോ ഐ ഹാവൻ ഡൺ എനി ഡാമേജ് ടു ദി എൻവയറമെൻറ്റ്. വീട്ടിൻ്റെ വെളിയിൽ തന്നെ മരങ്ങളുണ്ട്, അല്ലാതെ വീട്ടിൻ്റെ ടെറസ് മുഴുക്ക ഗ്രീനറിയാണ്. അതിൻ്റെ മുകളിൽ സോളാർ പാനലും ഉണ്ട്. ഇതാണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ടു ഒരു നേച്ചർ. അതാണ്. ഇതൊരു വലിയ ഒരു ഡ്രില്ലിംഗ് മെഷീനാണ് ഈ കാണുന്നത്. ഇത് വന്നിട്ട് ഹൈ പ്രിസിഷൻ ഡ്രില്ലിംഗ് ആണ്, ഒത്തിരി ഹെവി ഡ്യൂട്ടിയാണ്, പക്ഷേ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇതാണ്. മറ്റേത് സാധാരണ എല്ലാവരും കാണുന്നതാണ്, ബെഞ്ച് ഗ്രൈൻഡർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ അത് ഉപയോഗിക്കുന്നില്ല, സാൻഡിങ് മെഷീൻ. ഇത് പിന്നെ പുതിയ മെഷീനാണ്. ഇത് പുതിയ മെഷീനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടേഴ്സാണ്, 1 HP മോട്ടേഴ്സാണ്. ഇത് ഈ ചെറിയ മെഷീനിൽ ഇത് മതി. മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിരിക്കുന്ന ഹ്യൂജ് ഇതാണ്, 2 പേര് വേണം ഒരു മോട്ടർ എടുക്കാനായിട്ട്. പ്രൊഡക്ഷൻ ഇവിടെ വെച്ചാണ്. ഫൈനൽ അസംബ്ലി കംപ്ലീറ്റ് ഞാനും വൈഫൈ ചെയ്യും. അതിൽ വേറെ ആരെയും തൊടിയിക്കാറില്ല. കാരണം അത് വ്രതമെടുത്താണ് ചെയ്യുന്നത്. ഒരു അമ്പലത്തിൽ ചന്ദനം അരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹത്തിൽ ചാർത്തുന്ന ചന്ദനമാണ്. അപ്പോൾ അതിൻ്റെ സാങ്ക്ടിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വ്രതത്തോടുകൂടി ഇരുന്ന് മാത്രമേ ആ മെഷീൻ്റെ പാർട്സ് എടുത്താൽ. ഇത് പഠിപ്പിച്ചെടുക്കുകയായിരുന്നു. എല്ലാം എൻ്റെ കൂടെ നിന്ന് എന്ത് സ്കില്ലും പഠിക്കാൻ പുള്ളിക്കാർ തയ്യാറാണ്. ഒരു പ്രശ്നമില്ല. ഒരു പെണ്ണാണെന്നുള്ള അതിലൊരു മടിയുമില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതിൻ്റെ ഗോപുരത്തിൻ്റെ പൊക്കം 100 അടി പൊക്കം, താഴത്തെ ബേസ് 100 അടിയാണ്. ഈ ഗോപുരത്തിൽ ലൈറ്റ് വയ്ക്കണം, അതിൽ ഫ്ലഡ് ലൈറ്റിംഗ് ചെയ്യണം, ഫസാഡ് ലൈറ്റിംഗ് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം എത്രയോ വർഷത്തിന് മുമ്പ് വന്നതാണ്. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് ലൈറ്റ് ഫിറ്റിങ്സ് ഡിസൈൻ ചെയ്തു, LED ഉപയോഗിച്ചിട്ട്. ഹൈ എഫിഷ്യൻറ്റ്, വെരി എഫക്റ്റീവ് എന്ന് വെച്ചാൽ അതിൻ്റെ ത്രോ തന്നെ ഒരു 150 അടി പോവും LED ലൈറ്റ്. അങ്ങനത്തെ ലൈറ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്ത് ഇവിടെ വെച്ച് അസംബിൾ ചെയ്ത്, ഞങ്ങൾ മാത്രമായിരുന്നു അസംബിൾ ചെയ്ത ലൈറ്റ് അവിടെ പോയി ഞങ്ങൾ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തു. ആ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ 100 അടി 2 ആൾ മുകളിൽ കയറി. അത്യാവശ്യത്തിന് 2 പേര് സഹായം ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഇലക്ട്രീഷ്യൻ ഒരു പയ്യൻ കൂടെ വന്നു. പക്ഷേ ആ ഗോപുരത്തിൻ്റെ മുകളിൽ കയറുമ്പോഴുള്ള പ്രത്യേകത വെച്ചാൽ 7ാം നില വരെ കയറാം. അതിൻ്റെ മുകളിൽ പിന്നെ കൂരയിൽ കയറണമെങ്കിൽ അവിടെ പടിക്കെട്ടില്ല. അവിടുത്തെ ഒരു ചെറിയ ദ്വാരമുണ്ട്, അതിനകത്തൂടെ കുനിഞ്ഞ് വെളിയിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ 100 അടി താഴ്ച കാണാം. താഴെ പാരപ്പിറ്റില്ല, പിടിച്ച് കയറാൻ വഴിയില്ല. അവിടെ ചെന്ന് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഒരു കുരങ്ങ് കയറി പോകുമ്പോൾ കയറിപ്പോണം. പക്ഷേ അതിലാദ്യം മുതലേ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ അതിൻ്റെ മുകളിൽ സാരി ഉടുത്തുകൊണ്ട് വരും. എനിക്ക് ഷർട്ടിടാൻ പാടില്ല, അമ്പലത്തിനകത്തായുണ്ട്. ഇത് വലിയ വിവാദമായി. സാരി ഉടുത്തൊരു പെണ്ണ് മുകളിൽ നിൽക്കുന്നു, പോലീസുകാർക്കാണ് വിവാദം. ഞാൻ പറഞ്ഞു ഇതിനകത്ത് സാരി ഉടുത്തേ കയറാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോഡ് ഓഫ് കോണ്ടക്ട് വെച്ച് ഞങ്ങൾ ഇതല്ല ഡ്രസ്സ്, നമ്മൾ പാൻറ്റ് ഷർട്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ മറ്റേ എയർഫോഴ്സുകാരൊക്കെ ഇടുമ്പോൾ ഡാങ്ക്രി അതിട്ടും കൊണ്ടാണ് കയറേണ്ടത്, ഷൂ ഇട്ടേ ചെയ്യാവൂ. ഇതൊന്നും ഇവിടെ അനുവദനീയമല്ല. ഞങ്ങൾ അമ്പലത്തിൻ്റെ എന്താണോ ആചാരം അതനുസരിച്ച് കയറുന്നു. അതിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ ഭാര്യയാണ്, ഞാൻ നോക്കിക്കൊള്ളാം. എന്തായാലും ഇത്രമാത്രം കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് തൈക്കാട് ഉള്ളത്. തലസ്ഥാനത്ത് നിരവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. വെള്ളക്കെട്ടുണ്ട്, മറ്റ് പിന്നെ പൊതു പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. ചവറിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ അതുകൂടാതെ വീടില്ലാത്ത അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. ഇത്രയും വലിയൊരു വിദഗ്ധൻ കൗൺസിലർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ സംസ്ഥാന അധ്യക്ഷനുമായി ശ്രീ രാജീവ് ചന്ദ്രശേഖറുമായി എന്തെങ്കിലും തരത്തിലുള്ള സംഭാഷണമോ പദ്ധതികളോ എന്തെങ്കിലും ആസൂത്രണം ചെയ്തിട്ടുണ്ടോ? അതെ, സ്ഥാനാർത്ഥി ആയ ശേഷം അദ്ദേഹം തന്നെ ഇടപെട്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. കാരണം ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഹിന്ദു ഐക്യവേദി ഇലക്ഷന് നിൽക്കണവരല്ല സാധാരണ. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം ഹിന്ദു ഐക്യവേദിയുടെ ടോപ്പ് ലെവലിൽ, അതായത് സംസ്ഥാന നേതൃത്വം, RSSൻ്റെ നേതൃത്വം, BJPയുടെ സംസ്ഥാന നേതൃത്വം, ഇവരെല്ലാം കൂടെ ആലോചിച്ച്
തക്കാട് വാർഡിൽ നല്ലൊരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരണം എന്ന് മാത്രമല്ല, പുതിയതായി വരാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൽ ഒരു നല്ല ഒരു തിങ്കിങ് എബിലിറ്റിയുള്ള, രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള പുതിയ ആൾക്കാരെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരണം. അവരെ കൗൺസിൽ മെമ്പേഴ്സാക്കി കൗൺസിലിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടണം എന്നൊരു തീരുമാനമെടുത്തിട്ട് അവരെടുത്ത തീരുമാനമാണ്. അല്ല, എനിക്കിത് അറിയില്ല നേരത്തെ. അന്ന് എന്നാണോ നിങ്ങളെല്ലാം മുമ്പിൽ വെച്ച് ഇത് അനൗൺസ് ചെയ്യുന്നത്, അന്ന് രാവിലെ 11 മണിക്ക് മുമ്പ് എനിക്ക് ഈ രഹസ്യം അറിയില്ലായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജിയെ നേരിട്ട് കാണാൻ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ പോയി കാണാനുള്ളൊരു അവസരം കിട്ടി. അന്ന് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിനടുത്ത് വിവരിച്ചു. അതിൽ 2-3 പ്രോജക്ട്സ് ഉണ്ട് സോഷ്യലി റിലവൻറ്റ്, തിരുവനന്തപുരം സിറ്റിക്ക് ആപ്റ്റ്, അതിൽ ഹൈലി നെസസറി ആയിട്ടുള്ള ചില പ്രോജക്ട്സ്. അതിലൊരെണ്ണം എന്ന് പറയുന്നത് ടോയ്ലറ്റ്സ്. ഈ ടോയ്ലറ്റ് എന്നുള്ളത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഡിസൈൻ ചെയ്ത ഒരു ക്ലയൻറ്റിന് കൊടുത്തതാണ്. പക്ഷേ കഷ്ടം, അത് പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടോയ്ലറ്റിന് അത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ടായില്ല, അത് ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് അതെല്ലാം ചീത്തയായിപ്പോയി. പക്ഷേ നമുക്ക് ഒരു മിഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്യുന്ന ഫ്രീ ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സ്. ഇറ്റ് ഈസ് 100% ഹൈജീൻ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. മോസ്റ്റ് ഓഫ് ദ പാർട്സ് വിൽ ബി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻക്ലൂഡിങ് ദ ഫ്ലോർ. അപ്പോൾ അങ്ങനെ രീതിയിൽ ഒരു സെൽഫ് ക്ലീനിങ് സാധനം, അതിനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു ടീം വന്ന് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഹൈജീൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇങ്ങനെ ഒരു സാധനം തിരുവനന്തപുരം പട്ടണത്തിൽ നമ്മൾ കൊണ്ടുവരും. ഒന്ന്. രണ്ടാമതൊരു സംഗതി, ഇവിടെയുള്ളൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത് ചവറ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും. ചവറ് കൃത്യമായി കൊണ്ടുപോയാലും അതിന് കൃത്യമായ ഒരു നടപടിയില്ല. അത് ഞാൻ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ട് ഒരിക്കൽ സംസാരിച്ചത് നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ട്യൂബ് ലൈറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മുടെ ഈ പെണ്ണുങ്ങളെ എടുത്തുകൊണ്ട് വന്ന് അവരുടെ അടുത്ത് പറയുകയാണ് എൻ്റെ മുമ്പിൽ വെച്ച്. ഞാൻ ഈ ആദർശ്യം എവരുമായിട്ടൊക്കെ ഞാൻ ഇൻട്രാക്ട് ചെയ്യും, കാരണം ഞാനൊരു ഡിസൈനറാണ്. അതിനേക്കാൾ നല്ലത് ഒരു സോഷ്യൽ എൻജിനീയർ എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എനിക്കുണ്ട്. സൊസൈറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ ഇവർ ഈ ചവറൊക്കെ കൊണ്ടുപോകുമ്പോൾ ട്യൂബ് ലൈറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ഇവർ ആ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അദ്ദേഹം പറയുകയാണ്, ട്യൂബ് ലൈറ്റ് നിങ്ങൾ ഇങ്ങനെ വണ്ടിക്കകത്ത് ഇടരുത്, അത് വണ്ടിയിൽ സ്പേസ് കൂടുതലെടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്യൂബ് ലൈറ്റിനെ അടിച്ച് പൊട്ടിച്ച് ഒരു ചാക്കിനകത്ത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു, സാറേ ഞാനൊരു എഞ്ചിനീയറാണ്, ട്യൂബ് ലൈറ്റിനകത്ത് മെർക്കുറി ഉണ്ട്. ഈ മെർക്കുറി എന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും ഭൂമിയിൽ വീഴാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ അടിച്ച് പൊട്ടിച്ചാൽ ഇതിനകത്തുള്ള മെർക്കുറി വേപ്പറും എസ്കേപ്പ് ചെയ്യും, ആ മെർക്കുറി പാർട്ടിക്കിൾ ഭൂമിയിൽ വീഴുകയും ചെയ്യും. അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് സാർ അവരുടെ അടുത്ത് ഇൻസ്ട്രക്ട് ചെയ്യണത്. അദ്ദേഹത്തിന് പോലും ഇതിനെപ്പറ്റി ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ല. ഇതാണ് നമ്മുടെ കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ചവറിനെ സംസ്കരിച്ച് ഇതിൽ നിന്ന് എനർജി ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഈ പൊല്യൂഷൻ ഫ്രീ ആയിട്ട് ഈ സംഗതി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ കൂടെ പഠിച്ച ചിലർ US-ലുണ്ട്, കോയമ്പത്തൂരിൽ PSG ടെക്കിൽ പ്രൊഫസറായിട്ടുള്ള ഒരാളുണ്ട്, ഡോക്ടറേറ്റും പോസ്റ്റ് ഡോക്ടറേറ്റും എടുത്തവർ ഹീറ്റ് എഞ്ചിനീയറിങ്ങിൽ. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഇതിൻ്റെ ടെക്നോളജി അവരേലുണ്ട്, ഇതിൻ്റെ കമ്പനിയുണ്ട്. അവരിത് US-ൽ പലയിടത്തും ഇതിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, റൺ ചെയ്യുന്നു. അപ്പോൾ അവർ ഞാൻ വിളിച്ചു വരുത്തി തിരുവനന്തപുരം കോർപ്പറേഷന് പോയിട്ട് പ്രസൻറ്റേഷൻ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ കോർപ്പറേഷന് എത്രയോ വർഷങ്ങളായിട്ടും ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ള ഒരു പൊളിറ്റിക്കൽ വില്ല് നമ്മുടെ കോർപ്പറേഷൻ്റെ ലീഡർഷിപ്പിനില്ല. ഇതാണ് ഒരു സൈഡ്. രണ്ടാമത്, ഈ ചവറ് വീഴുന്നിട്ടാണ് തിരുവനന്തപുരം പട്ടണത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ചാക്കി കെട്ടിയിടുന്നതും ഓരോരുത്തരും അലക്ഷ്യമായി എറിയുന്ന പ്ലാസ്റ്റിക് കവറുകളും അത് ഓടയിലും പല കനാൽസിലും അടിഞ്ഞുകൂടി നമ്മുടെ മഴവെള്ളം ഒഴുകിപ്പോകാതായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് സംഗതി സിവിൽ അവയർനെസ്, ഇത് ചെയ്യരുത്, ആരെങ്കിലും ചെയ്താൽ അവരെ തിരുത്തണം, അതിനുവേണ്ടി നമ്മൾ വോളണ്ടിയർ ആവണം. രണ്ടാമത്തെ സംഗതി, അബദ്ധത്തിൽ ഇത് വന്നു പോയാൽ അത് ഒരു തെങ്ങിൻ്റെ ഓലയായിരിക്കും ചിലപ്പോൾ ഓടയിൽ വീഴുന്ന ഒഴുകി വന്ന് കനാലിൽ ബ്ലോക്ക് ആവുന്നത്. അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ വന്നാൽ അതിന് ഓട്ടോമാറ്റിക്കലി 365 ഡേയ്സ് അത് ഓട്ടോ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഷട്ടറിങ് പോലെ കൊടുത്ത് അല്ലെങ്കിൽ സ്ക്രീനിങ് കൊടുത്ത് ഇതിനെ എടുത്തു മാറ്റുന്ന ഒരു സിസ്റ്റം ഞാൻ ഡിസൈൻ ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ വെച്ചിട്ടുണ്ട്. ഇതും അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, വെരി ഗുഡ്, ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരെ തന്നെയാണ് BJPക്ക് വേണ്ടത്. നമുക്ക് ഇങ്ങനെയുള്ളൊരു പുതിയ പൊളിറ്റിക്സ്, ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്യാൻ തന്നെയാണ്. അദ്ദേഹം വന്നിരിക്കുന്നതും ഒരു ടെക്നോക്രാറ്റായിട്ടാണ്, ഞാനും എൻ്റെ ലെവലിൽ ഒരു ചെറിയ ടെക്നോക്രാറ്റാണ്. അപ്പോൾ ഇത് രണ്ടായി, ഒന്ന് ടോയ്ലറ്റ്, 2 ചവറ്. ഇനി മൂന്നാമതൊരു ഇഷ്യൂ ആണ് ഹൗസിംഗ് ഫോർ ദ പുവർ. ചുടുകല്ല് വേണ്ട, കരിങ്കല്ല് വേണ്ട, അധികം സിമെൻറ്റോ കോൺക്രീറ്റോ വേണ്ട. അതിൻ്റെ ഫ്രെയിമാണ് നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ
ഇത് ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ചെയ്തതാണ് ഈ ഹൗസിങ്ങിൻ്റെ. അപ്പോൾ അതാണ് ഈ അടുക്കിയിരിക്കുന്ന മൊത്തം സാധനം. എൻ്റെ ഈ സ്പേസ് കംപ്ലീറ്റ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ഇതൊരു വീടിനുള്ളതാണ്. ഇത് ഏകദേശം ഒരു 400 സ്ക്വയർ ഫീറ്റ് കൂടുതൽ, 450 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടാണ്. ഒരു വരാന്ത, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, ഒരു സ്റ്റഡി റൂം, ഇത്രയും ഉള്ള ഒരു വീട്. നമുക്കിത് 2 ആഴ്ച കൊണ്ട് അസംബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു വീട്. അതിൻ്റെ സ്കെലിട്ടനാണ് ഇതിരിക്കുന്നത്. ഇത് വന്നിട്ട് മാസ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ലോറിയിൽ കൊണ്ടുപോയി ഇറക്കി ഒരു സ്പോട്ടിൽ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള ആ ലെവലിലുള്ള ആൾക്കാരെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊടുക്കുന്നില്ലേ തൊഴിലുറപ്പ് പദ്ധതി, ആകെ നടക്കണ എന്താണ് തൊഴിലുറപ്പ് പദ്ധതി? ഒരു മൺമട്ടിയും പിക്കാസ് പറ്റി പെണ്ണുങ്ങളെ കൊണ്ട് രാവിലെ ഇറക്കും, വന്ന് ചായ കുടിക്കും, അത് കഴിഞ്ഞ് ഒരാളിൻ്റെ പുറക്ക് നിന്ന് ഒരാൾ വെട്ടും. ഇങ്ങനെ ഒന്നും ചെയ്യാതെ കുറേ കൂടെ എഫക്റ്റീവായിട്ട് അവരെ എഫിഷ്യൻ്റായിട്ട് അവരെ ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യിച്ചാൽ ആയിരക്കണക്കിന് വീടുകളുള്ള ഹൗസിംഗ് ഏരിയാസ്. എത്ര ചിലവ് വരും? ഇതിൻ്റെ ചിലവെന്ന് പറയണത്, ഇപ്പോൾ ഇത് ഫ്ലഡിന് വേണ്ടി ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. 2018 ഫ്ലഡ് വന്നപ്പോൾ ഇത് തറയിൽ നിന്ന് എത്രയാണോ ഫ്ലഡ് ലെവൽ ആ ഹൈറ്റിന് മുകളിൽ ഇതിൻ്റെ ഫ്ലോർ നിൽക്കണം. അപ്പോൾ ഇവരുടെ, കാരണം ഈ മനുഷ്യന് എത്രയോ അവൻ്റെ അസറ്റ്സാണ് നഷ്ടപ്പെട്ടുകൊണ്ട് അവൻ്റെ ജീവിതകാലത്ത് മുഴുവൻ സമ്പാദിച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ് ഒരു വീട്ടിൽ വെള്ളം കയറി നശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോർ ലെവൽ അതിൻ്റെ മുകളിൽ നിർത്തണം. അങ്ങനെ വരികയാണെങ്കിൽ ചിലവ് കൂടുതലാണ്. അല്ല നമ്മളൊരു സാധാരണ ഗ്രൗണ്ടിൽ അസംബ്ലി ആണെങ്കിൽ ഇതൊരു 3 ലക്ഷത്തിന് താഴെ വരും. പക്ഷേ ഇത് 2 ആഴ്ചയിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തീരും ഈ വീട്ടിൻ്റെ. അതാ പ്രത്യേകത. ഏകദേശം എത്ര ചിലവ് വരും? നമ്മുടെ അതാ പറഞ്ഞ ഒരു കിറ്റിൻ്റെ വില ഉദ്ദേശം, കാരണം ഇതൊരു പ്രോട്ടോടൈപ്പല്ലേ ഉണ്ടാക്കിയുള്ളൂ. ഇത് മാസ് മാനുഫാക്ചറിങ് അല്ല. മാസ് മാനുഫാക്ചറിങ്ങിലേക്ക് പോകുമ്പോൾ ആയിരക്കണക്കിന് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ വില കുറയും. അതുകൊണ്ടാണ് ചൈനക്കാരൻ്റെ പ്രോഡക്ട്സിന് വില കുറയണത്. അപ്പോൾ നമ്മൾ ആ ഒരു വിഷൻ വെച്ചിട്ട് ഇതിനെ ചെയ്യുകയാണെങ്കിൽ, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ഒരു സംഗതി കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവനാണെന്ന്, ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണെന്നോ എല്ലാം നിങ്ങൾക്കറിയാം. എന്നിട്ട് കൂടി ഇത് ഒരു ചീഫ് മിനിസ്റ്റർ അടുത്ത് പോയി ഇതിനെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, ഈ ഒരു കമ്പ്യൂട്ടറിലുള്ള പ്രസൻറ്റേഷൻ, ഒരു 15 മിനിറ്റ് പ്രസൻറ്റേഷൻ അദ്ദേഹത്തിനെ കാണിച്ച് കൺവിൻസ് ചെയ്യാനായിട്ട് എനിക്ക് പോലും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അത് വളരെ സങ്കടമുണ്ട്. പക്ഷേ ഇതെല്ലാം മണത്തറിഞ്ഞ BJP നേതൃത്വം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന്, നിങ്ങൾ സ്ഥാനാർത്ഥിയാവൂ, നിങ്ങൾ കൗൺസിലിൽ വരൂ, ഞങ്ങൾക്ക് നിങ്ങളെ വേണം, ഇതുപോലെ ഉള്ളവരെയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു. ഈ വീട് എവിടെയൊക്കെ നിർമ്മിക്കാൻ സാധിക്കും? ഇത് പാറപ്പുറത്ത് വയ്ക്കാം, ചതുപ്പ് സ്ഥലത്ത് വയ്ക്കാം. എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ട്, ഇരുമ്പിൻ്റെ കണ്ടൻസ് കൂടുതലുള്ളതുകൊണ്ട് ഇതൊരു കോസ്റ്റൽ ഏരിയയ്ക്ക് അത്ര ബെറ്റർ ആയിരിക്കില്ല. ഉപ്പിൻ്റെ അംശമുള്ള അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് എവിടെ വേണോ വയ്ക്കാം. അൺഈവൻ സർഫസ്, സ്ലാൻഡിങ് സർഫസിൽ പോലും ഇതിനെ വെക്കുന്നതിന് പ്രയാസമില്ല. കാരണം ഇതിൻ്റെ പൊക്കം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു, ഇപ്പോൾ ഈ റോഡൊക്കെ ചിലയിടത്ത് ഇടിഞ്ഞ് താഴുന്നുണ്ടല്ലോ, അത് കാരണം എന്താണ്, ഇത് സെറ്റിലിംഗ് ഉണ്ടാവും, അൺഈവൻ സെറ്റിലിംഗ് ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ വന്നാൽ പോലും ഇതിൻ്റെ ഒരു പില്ലറിൻ്റെ ഹൈറ്റ് പൊക്കുകയോ താക്കുകയോ പിന്നീട് ഫ്യൂച്ചറിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കറക്ഷൻ ചെയ്യാം. ഇനി വേണമെങ്കിൽ മൊത്തമായിട്ട് ഇളക്കിയെടുത്ത് വേറൊരു സ്ഥലത്ത് സ്ഥാപിക്കുകയും ചെയ്യാം. ഇതിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. നമ്മളൊരു വീട് കെട്ടിയാൽ അതിൻ്റെ കോൺക്രീറ്റിനോ അതിൻ്റെ ചുടുകലിനോ സിമെൻറ്റിനോ പൊളിച്ച് കഴിഞ്ഞാൽ അത് വല്ലയിടത്തും കൊണ്ട് വല്ലവൻ്റെ തലയിൽ ഇടാനേ കൊള്ളാവൂ ഒരു പെരേടത്തിൽ. അല്ലാതെ അതിനൊരു സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഇരുമ്പ് അടിച്ച് പൊട്ടിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇതിനകത്ത് ഒരുപാട് ഇരുമ്പിൻ്റെ അംശമുണ്ട്. ഇത് റീയൂസബിളുമാണ്, റീസൈക്ലബിളുമാണ്. അതാണ് ഇതിൻ്റെ ഒരു, നമ്മൾ പറയുന്നില്ലേ, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഇതിൻ്റെ ആ ഒരു നേച്ചർ പ്രൊട്ടക്ഷൻ അതിൻ്റെ ഒരു ഹയസ്റ്റ് ലെവലിലാണ് ഇത് വർക്ക് ചെയ്യണത്. ആൻഡ് ദ കൺസ്ട്രക്ഷൻ ടൈം ഈസ് വെരി ലോ, സ്കിൽ റിക്വയർഡ് ഈസ് വെരി ലോ. നമുക്കിന്ന് അതിനാവശ്യമുള്ള ലേബർ കിട്ടില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ പണി ചെയ്യാൻ ഒരുത്തന്നെ തയ്യാറല്ല. ഈ സിമെൻറ്റും കുഴച്ച് തലയിൽ ചുവന്ന് കൊണ്ടുവന്ന് കോൺക്രീറ്റ് ഇടാനും അങ്ങനെയുള്ളതെല്ലാം നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണ ഒരു സംസ്കാരമായിപ്പോയി കേരളത്തിൽ. അപ്പോഴാണ് സ്പാനറും നട്ടും ബോൾട്ടും ഒക്കെ വെച്ച് ഒരു വീട് അസംബിൾ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് വരുന്നത്. തുരുമ്പ് പിടിക്കാത്തിടത്തോളം കാലം ഇത് നിലനിൽക്കും. അതെ, കാരണം ഇത് ഓൾറെഡി പ്രീ ഗാൽവനൈസ്ഡ് ഷീറ്റാണ്, സ്റ്റീലാണ്. അപ്പോൾ ഗാൽവനൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഔട്ട്ഡോറിന് വേണ്ടിയിട്ടുള്ള ഗാൽവനൈസിംഗ് ആണ്. 120 GSM മുകളിൽ തിക്നെസ് ഉള്ള ഗാൽവനൈസിംഗ് ആണ്. അതിലെവിടെയെല്ലാം വെൽഡ് ചെയ്തിട്ടുണ്ടോ ആ പോയിൻറ്റ്സിലെ റസ്റ്റിംഗ് വരാൻ സാധ്യതയുള്ളൂ. അങ്ങനെ അഥവാ തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടി അതിനെ അപ്പം തന്നെ വെൽഡിങ് കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട്, അതാണ് ആ MIG വെൽഡിങ് നേരത്തെ കാണിച്ചത്. MIG വെൽഡിങ്ങിൽ ഫ്ലക്സ് കോട്ടിംഗ് ഇല്ല. അപ്പോൾ അതിനെ കൊത്തിക്കളയേണ്ട ആവശ്യമില്ല. എടുക്കുമ്പോൾ തന്നെ ക്ലീൻ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കെമിക്കൽ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എപ്പോക്സി കോട്ട് ചെയ്യും. എന്നിട്ട് ടോട്ടലായിട്ട് ഓരോ ഫ്രെയിമിനെയും കംപ്ലീറ്റ് ആയിട്ട് എപ്പോക്സി കോട്ട് ചെയ്യും. അപ്പോൾ എപ്പോക്സി ആകുമ്പോഴത്തേക്കും ഈവൻ ആസിഡ് റെസിസ്റ്റൻ്റ് ആണ്. ആ ഒരു അഡ്വാൻറ്റേജ് അതിൽ റസ്റ്റ് പ്രിവെൻഷൻ അതിനു വേണ്ടിയുള്ളത് ചെയ്തതാണ്. ഇപ്പോൾ തന്നെ ചെയ്തിട്ട് എത്ര വർഷമായി? 2018 തീർത്തയല്ലേ, 2025 നമ്മൾ ഈ സാധനങ്ങൾ കാണുന്നത്.
അത് അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഇതാണ് തൈക്കാടുള്ള സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് മാലിന്യ പ്രശ്നം ഗുരുതരമാണ്. 1 മണിക്കൂറോളം മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നു. അതുകൂടാതെ നഗരത്തിൽ എവിടെയെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു നേരം ടോയ്ലറ്റിൽ പോകണം എന്ന് വിചാരിച്ചാൽ എവിടെയാണ് ടോയ്ലറ്റ് എന്ന് പോലും ജനങ്ങൾക്ക് പോലും അറിയാത്ത സാഹചര്യം. തമ്പാനൂരിലാണ് KSRTCയുടെ ഒരു ടോയ്ലറ്റ് ഉള്ളത്. അതുകൂടാതെ റെയിൽവേയുടെ എല്ലാം തന്നെയുണ്ട്. പക്ഷേ അവിടെ കയറി മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോധം കെട്ട് വീഴുമോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. എന്തായാലും നിരവധി പ്രതിസന്ധികളിലൂടെ നമ്മുടെ തലസ്ഥാനം കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് തൈക്കാട് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. അതുകൂടാതെ എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്, ലൈഫ് മിഷനിലൂടെ നിരവധി പേർക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ വീട് നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഈ വീട് ഇല്ലാത്തവർ ഇപ്പോഴും ആ കൂരയിൽ തന്നെ താമസിക്കുകയാണ്. അവർക്ക് ഇതുവരെയും വീട് ലഭിച്ചിട്ടില്ല. ലൈഫ് മിഷൻ്റെ ലിസ്റ്റിൽ വന്നു എങ്കിലും ഇപ്പോഴും അവർ കൂരയ്ക്കുള്ളിൽ മഴ നനഞ്ഞും മഴയും വെയിലും കൊണ്ട് കഴിയുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കേണ്ടത്. അതും നടപ്പിലാകുന്നില്ല എന്നതാണ് ഏറെ ഖേദകരമായ ഒരു കാര്യം. അപ്പോൾ തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരുന്നത് ഈ സ്ഥാനാർത്ഥി ചില്ലറക്കാരനല്ല എന്ന്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.